നമ്മളിന്ന് വന്നിരിക്കുന്നത് തൊടുപുഴയ്ക്കും മൂവാറ്റുപുഴയ്ക്കും മിഡിലായിട്ട് വാഴക്കുളത്താണ്. വാഴക്കുളത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. കേരളത്തിൻ്റെ പൈനാപ്പിൾ സിറ്റിയും കൂടിയാണ്. മെയിൻ ഹൈവേയിൽ നിന്നും 1/2 കിലോമീറ്റർ മാത്രം ദൂരമായിട്ട് നല്ലൊരു പ്രോജക്റ്റിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പ്രോജക്റ്റിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. 8 സെൻറ്റിന് മേലേക്കാണ് എല്ലാ വീടുകളും തന്നെ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഗംഭീര ഡിസൈനോട് കൂടിയ മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. 8 സെൻറ്റ് ഭൂമിയുണ്ട്. 8 സെൻറ്റ് ഭൂമിയിൽ 1750 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. നമുക്കിനി വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീടിൻ്റെ എലിവേഷനോട് ചേരുന്ന രീതിയിലാണ് ഇതിൻ്റെ മതിലിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. 2 പില്ലറിന് ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല ലൈറ്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം 8 സെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ധാരാളം സ്പേസ് നമുക്ക് ഫ്രണ്ടിലുണ്ട്. വലിയൊരു വാഹനം പോർച്ചിനകത്ത് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസും നമുക്കുണ്ട്. പോർച്ചിൽ ഒട്ടിച്ചിരിക്കുന്ന ടൈലിൻ്റെ കളർ പാറ്റേണിന് വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. പില്ലറുകളെല്ലാം ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റോൺ വർക്കാണ് വരുന്നത്. മാത്രമല്ല സെറ്റ് ബാക്ക് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നടക്കാനുള്ള സ്പേസ് ചുറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു L ഷേപ്പിലാണ് ഫ്രണ്ടിൽ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ധാരാളം സ്പേസ് നമുക്ക് ഫ്രണ്ടിലുണ്ട്. പിന്നെ ഇതിൻ്റെ ജനലിൻ്റെ പാറ്റേണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. എല്ലാം ടീക്കൂട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ വീടിനകത്തേക്ക് വരാം. നോർത്ത് ഫേസ് ആണ് വീട് വരുന്നത്. അതായത് വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന് ഡോറിന് കൊടുത്തിട്ടുള്ളത്. അതും ടീക്കൂട്ടിൽ തന്നെയാണ്. നല്ല ഭംഗിയിലാണ് ഇത് പാനൽ ചെയ്തിരിക്കുന്നത്. അതും ടീക്കൂട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ലിവിങ് സ്പേസിലാണ്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് ആണ്. മാത്രമല്ല ഇത് ഈസ്റ്റ് സൈഡാണ്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് സൗത്ത് സൈഡാണ്. ഓരോ പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഭിത്തിയിൽ നല്ലൊരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. പെർഗോളാസ് വരുന്നുണ്ട്, LED ലൈറ്റുകളും വരുന്നുണ്ട്. ഇതിനകത്തൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സുകൾ വെക്കാനുള്ള സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. നേരെ ഡൈനിങ്ങിലേക്ക് വരാം. അതിവിശാലമായിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ് ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ടൈലിൻ്റെ പാറ്റേൺ ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനാണ് വന്നുള്ളത്. ധാരാളം സൂര്യപ്രകാശം കടന്നു വീഴുന്ന രീതിയിലാണ് ഇതിൻ്റെ വിൻഡോസുകളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. അതും ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ തന്നെ നല്ലൊരു T യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ധാരാളം സ്റ്റോറേജ് സ്പേസും കിട്ടിയിട്ടുണ്ട്. ഈ ഡൈനിങ് സ്പേസിൻ്റെ ഭാഗത്ത് വരുന്ന നല്ലൊരു ടെക്സ്ചർ വർക്കാണ് ഈ കാണുന്നത്. ഇതിനകത്തും പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഫാൾ സീലിംഗ് ഒക്കെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒതുക്കി മാറിയിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. അതും നല്ല വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടറാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാനൈറ്റിൻ്റെ മേലെ നല്ലൊരു വാഷ് ബേസിൻ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഭിത്തി ഫുള്ള് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. വലിയൊരു മിററും കൂടി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാവും ഈ വാഷ് കൗണ്ടർ. നേരെ നമുക്ക് കിച്ചണിലേക്ക് പോകാം. കവേർഡ് കിച്ചനാണ് വന്നുള്ളത്. കിച്ചൻ്റെ ഡോറിൻ്റെ പാറ്റേണൊക്കെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ടീക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ കിച്ചണിലേക്കാണ് വരുന്നത്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഒരു U ഷേപ്പിലാണ് കിച്ചൻ്റെ സ്ലാബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. 2 പാളി ജനൽ, ഇത് ഓരോ പാളി വീതം ജനലും കൊടുത്തിട്ടുണ്ട്. മേലെയും സ്പേസ് ഉണ്ട്, സ്റ്റോറേജ് സ്പേസ്. ഇനി നമുക്ക് സെക്കൻഡ് പോർഷനിലേക്ക് വരാം. ഇതിപ്പോൾ 2ാമത്തെ പൊസിഷനാണ്. ഇവിടെ ആയിട്ട് ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്, ടാപ്പ് വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇത് പുകയില്ലാത്ത അടുപ്പാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു പുകയില്ലാത്ത അടുപ്പോട് കൂടിയിട്ടാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള പവർ പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ നല്ല വലിയൊരു കിച്ചൺ കിട്ടി. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂമാണ്. സൗത്ത് വെസ്റ്റ് കോർണറിൽ 14 അടി നീളവും 11 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇത് വെസ്റ്റ് സൈഡാണ്. 2 പാളി വീതം 2 ജനൽ വന്നിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. 2 പാളി ജനലും പിന്നെ 1 പാളി ജനലുമാണ് വന്നുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഇനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിലായിട്ടാണ് നല്ലൊരു കബോർഡ് കൊടുത്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. പാനിവെയറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഷവർ കോക്ക്, 2 ടാപ്പ്, റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്റിൻ്റെ പോയിന്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വാഷ് ബേസിനും വരുന്നുണ്ട്. ടൈല് വന്നിരിക്കുന്നത് ഫുള്ള് മാറ്റ് ടൈലാണ്.
ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. പതിനൊന്നടി നീളം 10 അടി വീതിയാണ് വന്നുള്ളത്. പിന്നെ ഇത് വരുന്നത് സൗത്ത് സൈഡാണ്, ഇത് ഈസ്റ്റ് സൈഡാണ്. ഇവിടെയായിട്ടാണ് ബാത്റൂം വന്നുള്ളത്. നല്ലൊരു വാഷ് ബേസും വന്നിട്ടുണ്ട്, സിംഗിൾ പീസ് ക്ലോസറ്റ്. ഇവിടെയായിട്ട് ഷവർ കൂക്ക് വന്നിട്ടുണ്ട്, ഒരു ടാപ്പും മേലെ ഷവറും വന്നിട്ടുണ്ട്. നല്ലൊരു ബാത്റൂം തന്നെയാണ്. താഴെ മാറ്റ് ടൈല്, ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. അപ്പം നല്ല ഒരു ബാത്റൂമോട് കൂടിയ ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടി. പിന്നെ നമുക്കിതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടിയോളം നീളം വരുന്നുണ്ട്, 10 അടിയോളം വീതിയും വരുന്നുണ്ട്. ഇത് വെസ്റ്റ് സൈഡാണ്. മാത്രമല്ല ഒതുങ്ങി മാറി നല്ലൊരു വാൾ ഡ്രോപ്സും കൊടുത്തിട്ടുണ്ട്. 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലാണ്. ഇനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസും വരുന്നുണ്ട്, സിംഗിൾ പീസ് ക്ലോസറ്റ്, ടാപ്പ്, ഷവർ കൂക്ക്, റെയിൻ ഷവർ എല്ലാം വരുന്നുണ്ട്. താഴെ മാറ്റ് ടൈല്, ഭിത്തി ഗ്ലോസി, നല്ല ഫൈബർ ഡോർ തന്നെയാണ് വന്നുള്ളത്. ഇനി ഇതിൻ്റെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. 13 അടി നീളവും 12 അടി വീതിയും വരുന്ന മാസ്റ്റർ ബെഡ്റൂമാണ്. അതും നോർത്ത് വെസ്റ്റ് കോർണറിലാണ് വന്നുള്ളത്. ഇതാണ് നോർത്ത് സൈഡ്. 2 പാളി വീതം 2 ജനലുകളാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് നല്ലൊരു കബോർഡും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസും വന്നിട്ടുണ്ട്, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഷവർ കോക്ക്, റെയിൻ ഷവർ എല്ലാം ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈൽ തന്നെയാണ്. ബാത്റൂമുകളെല്ലാം മാറ്റ് ടൈൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 ബെഡ്റൂമുകളും കണ്ടു. ഇനി ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് ഒന്ന് പോവാം. നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ധാരാളം സ്പേസോട് കൂടി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് ഒരു അലക്കല്ല് കൊടുത്തിട്ടുണ്ട്, ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്, വശങ്ങളിലെല്ലാം സ്പേസ് കിട്ടിയിട്ടുണ്ട്. നല്ല ചെടികളോ മരങ്ങളോ ഒക്കെ നടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് മേലേക്ക് കയറാം. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. സ്ക്വയർ ട്യൂബിലാണ്, ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിവിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആണ്. ഇത് റൂഫ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതല്ല ഇതിൻ്റെ മേലേക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് സാധിക്കും. കാരണം ഇതിൻ്റെ അടിത്തറ നല്ല സ്ട്രോങ് ആണ്. നല്ല കോൺക്രീറ്റിൽ, അതായത് പില്ലറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല സ്പേഷ്യസ് ആയുള്ള ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മനോഹരമായുള്ളൊരു വില്ലയുടെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. മെയിൻ ഹൈവേയിൽ നിന്നും വളരെ അടുത്തായിട്ട് നല്ലൊരു ആംബിയൻസോട് കൂടിയ നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്ത് ഗംഭീര ഡിസൈനോട് കൂടിയുള്ള വീടാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 8 സെൻറ്റിലാണ് വീട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിംഗിൾ സ്റ്റോറേജ് ഹൗസായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബേസ്മെൻറ്റ് വരുന്നത് തന്നെ നല്ല പില്ലറിലാണ്, നല്ല സ്ട്രോങ് ആയിട്ടാണ് ബേസ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മേലേക്ക് വേണമെങ്കിൽ പണിയാവുന്നതാണ്. അപ്പം ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 80 ലക്ഷം രൂപയാണ്. അതും നെഗോഷ്യബിളാണ്. 1750 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK കൂടിയാണ്. അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.